നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. CAA വിരുദ്ധ സമരത്തെ വോട്ട് ബാങ്ക് പ്രീണനത്തിനുള്ള സുവർണ അവസരമായി കണ്ട CPM അത്തരത്തിൽ ഒരു യോഗം കോട്ടയം ജില്ലയിൽ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശമായ ഈരാറ്റുപേട്ടയിലും നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിന്റെ ഭാഗമാണ് ഈരാറ്റുപേട്ട. അന്ന് തന്നെ ഈരാറ്റുപേട്ടയിൽ അവിടുത്തെ ചില മഹല്ല് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മറ്റൊരു CAA പ്രതിഷേധ യോഗവും നടന്നു. പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി തോമസ് ഐസക്കും അഭിനവ സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റുകാരനും സിമി എന്ന നിരോധിത ഭീകര സംഘടനയിലെ മുൻ നേതാവുമായ KT ജലീലുമൊക്കെ ആ യോഗത്തിൽ പിന്തുണയുമായി വേദിയിലെത്തി. അവിടെ വെച്ച് പൂഞ്ഞാർപള്ളിയിലെ വൈദികനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ചില ചെറുപ്പക്കാർ നടത്തിയ ഹീനമായ പരിശ്രമത്തെ പോലും തങ്ങളുടെ നയങ്ങൾക്കനുസൃതമായി മാറ്റി രാഷ്ട്രീയ പാർട്ടികളെ ആകമാനം ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രംഗങ്ങളാണ് വേദിയിൽ കണ്ടത്. പൂഞ്ഞാർപള്ളിയിലെ വൈദികനെ കൊലപ്പെടുത്താനെന്ന് കള്ളം പറഞ്ഞ് തങ്ങളുടെ കുട്ടികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഒന്നും പിൻവലിക്കാതെ CPM-ന് വോട്ട് ചെയ്യില്ലെന്നും വൈദികനെ വാഹനമിടിപ്പിച്ചെന്ന കേസിൽ വിദ്യാർത്ഥികൾക്കെതിരെ ചിലരുടെ താല്പര്യപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നും ഫാസിസ്റ്റ് രീതി നടപ്പാക്കാൻ ശ്രമിച്ചവരെ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ ഇരുത്തിയ ചരിത്രമാണ് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ നടപ്പാക്കിയിട്ടുള്ളതെന്നുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് യോഗം ഉദ്ഘാടനം ചെയ്ത ദക്ഷിണ കേരള ജമയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് നദീർ മൗലവി രംഗത്ത് വന്നത്. നമ്മുടെ 17 വയസ്സിന് താഴെയുള്ള കുട്ടികളും 18 വയസ്സിന് തൊട്ട് മുകളിലുള്ള കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോ, അതുപോലെ അവരെ ശിക്ഷിക്കപ്പെടുമ്പോ, അവരുടെ നേരെ 307 ചുമത്തുമ്പോ അവിടെയൊക്കെ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. മഹല്ല് ഫെഡറേഷൻ ഞങ്ങളൊക്കെ അത് വൈകിയാണ് അറിയുന്നതെങ്കിൽ പോലും അപ്പൊ തന്നെ ഞങ്ങളെല്ലാം ഇടപെട്ടു എന്ന് മാത്രമല്ല, ഇപ്പൊ ആ കേസ് റദ്ദ് ചെയ്യാതെ ഒരു ജനപ്രതിനിധിക്കും വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം തർക്കമില്ല. നമ്മുടെ പിള്ളേരെ അങ്ങനെ കോടതി കയറി ഇറങ്ങാൻ ഇനി അനുവദിക്കില്ല. ഒരുത്തന് വോട്ട് ചെയ്യില്ല. ഈരാറ്റുപേട്ട മാത്രമല്ല, മത ന്യൂനപക്ഷവും മത സൗഹാർദ്ദം ആഗ്രഹിക്കുന്ന ആളുകളും ഇങ്ങനെയുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ തലകുണിച്ച് നിൽക്കാനൊന്നും തയ്യാറല്ല. അതുകൊണ്ട് ഈരാറ്റുപേട്ടയെ അപഹസിക്കാനും മാറ്റി നിർത്താനും ആര് തയ്യാറായാലും അവർക്ക് വേണ്ടത് മറുപടി കൊടുക്കാൻ ഈരാറ്റുപേട്ടക്കാർക്ക് കഴിയും. അതിന്റെ തൊട്ടു പിന്നാലെ കേരളത്തിലെ വലിയ സാമ്പത്തിക വിദഗ്ധനാണെന്ന് CPM-കാർ വാഴ്ത്തിപ്പാടുന്ന തോമസ് ഐസക്ക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ക്രൈസ്തവരെ നിക്ഷിപ്ത താല്പര്യക്കാരെന്നും കലാപകാരികളും എന്നൊക്കെ വിളിച്ച് അടച്ചാക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന പുറപ്പെടുവിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തങ്ങൾ നടത്തിവരുന്ന ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കിട്ടിയ സുവർണ അവസരമായി പൗരത്വ നിയമ ഭേദഗതിയെ കണ്ട CPM കേരളമാകമാനം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നതിനിടയിലായിരുന്നു ഐസക്കും കൂട്ടരും ഈരാറ്റുപേട്ടയിൽ എത്തിയത്. CPM-ന്റെ യോഗം തീരുന്നതിന് മുൻപ് തൊട്ടടുത്ത് തന്നെ മഹല്ല് കമ്മിറ്റിക്കാർ നടത്തിയ പ്രസ്തുത CAA പ്രതിഷേധ യോഗത്തിലും തോമസ് ഐസക്ക് പങ്കെടുത്തു. അവിടെ ഉദ്ഘാടകനായിരുന്നത് ജമയത്തുൽ ഉലമ ദക്ഷിണ കേരള സെക്രട്ടറി മുഹമ്മദ് നദീർ മൗലവി ആയിരുന്നു. CAA-യിൽ നിന്ന് വിഷയം മാറ്റിയ മൗലവി പൂഞ്ഞാറിൽ വൈദികനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താനെന്ന പേരിൽ മുസ്ലിം കുട്ടികളുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം ഇലക്ഷൻ ബഹിഷ്കരിക്കുമെന്ന് വരെ ശക്തമായി തന്നെ പ്രസ്താവിച്ചു. പത്തനംതിട്ട കണ്ട് പനിച്ചു നടക്കുന്ന അദ്ദേഹമാകട്ടെ മൗലവിയുടെ സമ്മർദ്ദതന്ത്ര പ്രസംഗം കേട്ട് ആകെ പരവശനായിപ്പോയി. എന്ത് വില കൊടുത്തും ഈരാറ്റുപേട്ടക്കാരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തിയില്ലെങ്കിൽ ലോകസഭ കണ്ട് പനിച്ച് മനസ്സിൽ കെട്ടിപ്പൊക്കിയതെല്ലാം വടികുത്തി പിരിയുമെന്നറിഞ്ഞ് തോമസ് ഐസക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൊണ്ട് രംഗത്തിറങ്ങി. പക്ഷേ ആ പോസ്റ്റ് ഇപ്പോൾ മാന്യമായി ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തെ ആകമാനം വൃണിത ഹൃദയരാക്കിയിരിക്കുകയാണ്. കോട്ടയം SP ആയിരുന്ന K കാർത്തിക് എന്ന പോലീസ് ഓഫീസർ തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയെ കുറിച്ച് നടത്തിയ സത്യസന്ധമായ റിപ്പോർട്ടിനെ വിചിത്രമെന്ന് വിശേഷിപ്പിച്ച തോമസ് ഐസക്ക് അത് നിമിത്തം ഈരാറ്റുപേട്ടക്കാർക്ക് LDF-നോടുണ്ടായ നീരസത്തെ തണുപ്പിക്കാനുള്ള അവസരമായി ഫേസ്ബുക്ക് പ്രസ്താവനയെ ഉപയോഗിച്ചു. കോട്ടയം SP ആയ K കാർത്തിക് എന്ന പോലീസ് ഓഫീസർ തന്റെ കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ഈരാറ്റുപേട്ടയെ കുറിച്ച് നടത്തിയ സത്യസന്ധമായ റിപ്പോർട്ടിനെ വിചിത്രമെന്ന് വിശേഷിപ്പിച്ച തോമസ് ഐസക്ക് അത് നിമിത്തം ഈരാറ്റുപേട്ടക്കാർക്ക്
LDFിനോടുണ്ടായ നീരസത്തെ തണുപ്പിക്കാനുള്ള അവസരമായി ഫേസ്ബുക്ക് പ്രസ്താവനയെ ഉപയോഗിച്ചു. കോട്ടയം SP-യുടെ റിപ്പോർട്ട് ഉന്നതതല സമ്മർദ്ദം ചെലുത്തി തിരുത്തിയത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ നീക്കം ഉണ്ടെന്ന് മാത്രം പറയുകയും ഏതെങ്കിലും വ്യക്തികളുടെയോ സമൂഹത്തിൻ്റെയോ പേര് പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ അതെങ്ങനെ ഇസ്ലാമിക വിരുദ്ധം ആകുമെന്നും അത് വായിച്ച് മനോവിഷമം ഉണ്ടാകുന്നത് എങ്ങനെയെന്നും മനസ്സിലാകുന്നതേയില്ല. അതുകൂടെ തോമസ് ഐസക്ക് വിശദമാക്കേണ്ടതായിരുന്നു. അടുത്ത കാര്യമായി പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളി അധിനിവേശത്തെക്കുറിച്ച് തോമസ് ഐസക്ക് എഴുതിയതാകട്ടെ ഇങ്ങനെയാണ്: സ്കൂൾ കുട്ടികൾ ക്ലാസുകൾ അവസാനിപ്പിച്ചത് ആഘോഷിക്കാൻ കാറുകളിൽ ചുറ്റി കത്തോലിക്ക ഫൊറോന പള്ളിമുറ്റത്തെത്തിയെന്നും പള്ളിമുറ്റത്തു നിന്നും പോകാൻ ആവശ്യപ്പെട്ട വൈദികന്റെ മേൽ കാറ് തട്ടിയെന്നും എന്നാൽ സാരമായ പരിക്കൊന്നും ഉണ്ടായില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഉച്ചയ്ക്ക് നടന്ന ഈ സംഭവം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ചില നിക്ഷിപ്ത താൽപര്യക്കാർ പള്ളിമണിയടിച്ച് കലാപത്തിന് ഒരുക്കം കൂട്ടിയെന്നും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കുട്ടികൾക്കെതിരെ 307 വകുപ്പ് പ്രകാരം കേസെടുത്തെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ആടിനെ പട്ടിയും പട്ടിയെ പേപ്പട്ടിയുമാക്കുന്ന ഈ വൈദഗ്ധ്യം കൊണ്ട് തോമസ് ഐസക് ഒരു വിഭാഗത്തെ പ്രീണിപ്പിച്ച് കൂടെ നിർത്താൻ ഒരുപെടുന്നതിന് മുൻപ് എന്തായിരുന്നു പൂഞ്ഞാറിൽ സംഭവിച്ചതെന്ന് വസ്തുനിഷ്ഠമായിട്ട് ഒന്ന് അന്വേഷിച്ച് അറിയേണ്ടത് തന്നെയായിരുന്നു. കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെയും പരിസരം വഴിയെ പോകുന്നവർക്ക് കയറി വിളയാടാനുള്ളതല്ല. എന്നാൽ ഏത് മതസ്ഥനും അവിടെ വരികയും പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും ചെയ്യാം. പക്ഷേ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിമുറ്റത്ത് നടന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നല്ല കറതീർന്ന തെമ്മാടിത്തരം തന്നെയായിരുന്നു. അത് കാണിച്ച മര്യാദഘട്ടവന്മാരൊന്നും ക്ലാസും കഴിഞ്ഞ് വെറുതെ പള്ളിമുറ്റത്ത് വന്നത് ആയിരുന്നില്ല. ഇതര മതസ്ഥരെ ബഹുമാനിക്കാനും അവരുടെ ആചാരങ്ങളെ ആദരിക്കാനുമുള്ള ധാർമ്മിക മര്യാദകൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടാത്ത ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു അത്. പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ നടക്കുമ്പോൾ അത് അലങ്കോലപ്പെടുത്താൻ തന്നെ ഉറപ്പിച്ച് ഭയങ്കരമായ ശബ്ദത്തോടെ വണ്ടി റേസ് ചെയ്യുകയായിരുന്നു. അവരോടാണ് പള്ളി കോമ്പൗണ്ട് വിട്ടുപോകാൻ അച്ഛൻ നിർദ്ദേശിച്ചത്. പിന്നെ തോമസ് ഐസക് പറഞ്ഞതുപോലെ ചുമ്മാ നിന്ന വൈദികന്റെ മേൽ കാർ തട്ടിയതല്ല. പുറത്തു പോകാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മനഃപൂർവ്വമായി തന്നെ കാർ ഇടിപ്പിച്ചതാണ്. അതിന് ദൃക്സാക്ഷികളുമുണ്ട്. ശേഷം അച്ഛനെ പുലഭ്യം പറഞ്ഞിട്ട് അശ്ലീല ആംഗ്യങ്ങളും കാണിച്ചിട്ടാണ് അവർ പുറത്തു പോയത്. കാർ ഇടിച്ച് വീണ അച്ഛൻ വീണത് കാറിന് അടിയിലേക്കായിരുന്നെങ്കിൽ ഈ തെമ്മാടി കൂട്ടങ്ങളുടെ കാറുകൾ അച്ഛന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് മാർസ്ലീവ മെഡിസിറ്റിയിൽ ദിവസങ്ങളോളം കഴിഞ്ഞ വൈദികന്റെ പരിക്ക് സാരമാണോ അല്ലയോ എന്ന് തോമസ് ഐസക്കിന് എങ്ങനെയാണ് മനസ്സിലായത്? CPM-ലെ ഒരു നേതാവും ആ പരിസരത്തേക്കൊന്ന് എത്തിപ്പോലും നോക്കിയതായി അറിവില്ല. നിക്ഷിപ്ത താൽപര്യക്കാർ മണിയടിച്ച് കലാപത്തിന് കളം ഒരുക്കിയെന്ന് കാട്ടിയുള്ള തോമസ് ഐസക്കിന്റെ സ്ക്രിപ്റ്റ് അങ്ങേയറ്റം മര്യാദകേടും പ്രതിഷേധാർഹവും തന്നെയാണ്. അതിന് തോമസ് ഐസക് പൂഞ്ഞാറിലെ ക്രൈസ്തവരോട് മാപ്പ് പറയുക തന്നെ വേണം. ക്രൈസ്തവരുടെ സ്വയം പ്രതിരോധം എങ്ങനെ കലാപാഹ്വാനം ആകുമെന്ന് വിശദീകരിക്കേണ്ടത് തോമസ് ഐസക് തന്നെയാണ്. പേരിനെങ്കിലും ക്രൈസ്തവ നാമധാരിയായ തോമസ് ഐസക് അത് വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. മാന്യതയ്ക്ക് നിരക്കാത്ത ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് ഐസക് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SMYM KCYM പ്രവർത്തകരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അന്നവിടെ ഓടിക്കൂടിയവരും മണിയടിച്ചവരും ഒന്നും നിക്ഷിപ്ത താല്പര്യമുള്ള കലാപകാരികളല്ല, പള്ളിയിലെ വിശ്വാസികളാണ്. കാറിടിച്ച് മാരകമായി പരിക്കേറ്റ വൈദികനെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണോ, അന്യായത്തിനെതിരെ നിയമസഹായം തേടിയതാണോ, അതോ തെമ്മാടിത്തരത്തിനെതിരെ മാന്യമായി പ്രതിഷേധിച്ചതാണോ തോമസ് ഐസക് പറഞ്ഞ നിക്ഷിപ്ത താല്പര്യവും കലാപവും? തോമസ് ഐസക്കിന്റെ സിദ്ധാന്തമനുസരിച്ച് 4 വോട്ടിനു വേണ്ടി ആരെ വേണമെങ്കിലും സുഖിപ്പിച്ചും പ്രീണിപ്പിച്ചും കൂടെ നിർത്താമായിരിക്കാം. ആയിക്കോളൂ. പക്ഷേ പള്ളിത്തിണ്ണയിൽ കയറി തെമ്മാടിത്തരം കാണിച്ചവരെ ന്യായീകരിച്ച് വെള്ളപൂശുകയും പാപഭാരമെല്ലാം നിരപരാധികളായ ക്രൈസ്തവരുടെ തലയിലേക്ക് വെച്ച് കെട്ടാനുമുള്ള തോമസ് ഐസക്കിന്റെ എക്കണോമിക്കൽ പ്രൊഫീഷ്യൻസി അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. പത്തനംതിട്ടയിലെ ക്രൈസ്തവർക്ക് വോട്ടുണ്ടോ എന്നും അതിന് മൂല്യമുണ്ടോ എന്നും കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വിദഗ്ധർ താമസിക്കാതെ തന്നെ മനസ്സിലാക്കും. കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റണിയോടും ഒരു കാര്യം ചോദിക്കട്ടെ. പൂഞ്ഞാർ സംഭവത്തിൽ തോമസ് ഐസക് കൈക്കൊണ്ട നിലപാട് തന്നെയാണോ ആന്റണിയുടെയും നിലപാടെന്നറിയാൻ പത്തനംതിട്ടയിലെ ക്രൈസ്തവർക്ക് മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവർക്കൊക്കെ ആഗ്രഹമുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിന് ബദലായി കേരളത്തിൽ രൂപം കൊള്ളുകയും ശക്തമായി അടിത്തറയിട്ട് മെല്ലെ മെല്ലെ വികാസം പ്രാപിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്ത് രൂപം കൊണ്ട
2020. കിറ്റക്സ് MD ആയിരുന്ന സാബു M ജേക്കബിനെ 4 വശത്തു നിന്നും ആക്രമിച്ച് ഒതുക്കാൻ ശ്രമിച്ച ഇടതരെയും വലതരെയും ഒരുപോലെ നോക്കുകുത്തികളാക്കി നിർത്തി ആദ്യം കിഴക്കമ്പലത്തും പിന്നെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളായ മുഴുവന്നൂർ, ഐക്കരനാട്, കുന്നത്തുനാട് എന്നീ പഞ്ചായത്തുകളിൽ കൂടി ഭരണം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ലഭിച്ച ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ ആദ്യമായി ലോകസഭയിലേക്ക് മത്സരിക്കാൻ 2020 കളത്തിൽ ഇറങ്ങുന്നത്. ഈ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലെയും എറണാകുളത്തെയും ജനങ്ങളുടെ സമ്മതിദാനം ചോദിച്ചെത്തുന്ന 2020 അവരുടെ കേരളത്തെ രക്ഷിക്കാൻ 2020 മാത്രം എന്ന പ്രകടന പത്രികയിലൂടെ വലിയ പ്രതീക്ഷയുടെയും സമഗ്ര വികസനത്തിന്റെയും മാനിഫെസ്റ്റോ ആണ് ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത്. കേരളത്തിലുടനീളം കിഴക്കമ്പലം മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ മുതൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്നതുവരെയുള്ള വമ്പൻ വാഗ്ദാനങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്തിടെ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനത്ത് നടന്ന മഹാസമ്മേളനത്തിൽ സാബു ജേക്കബ് പ്രസ്താവിച്ചതുപോലെ 2020 അധികാരത്തിൽ വന്നാൽ 60 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും 5000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് പണിയും. മരുന്നുകളുടെ വില 50% വരെ കുറയ്ക്കുമെന്നും വന്യജീവി ശല്യമുള്ള 1000 സ്ഥലങ്ങളിൽ വേലികൾ സ്ഥാപിച്ച് വന്യമൃഗശല്യം പൂർണ്ണമായി ഒഴിവാക്കുമെന്നും 6 മാസത്തിനുള്ളിൽ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ 80% കുറയ്ക്കുമെന്നതും 2020 പ്രകടന പത്രികയിൽ പറയുന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് പ്രത്യേക ക്ഷേമ പാക്കേജ്, മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധന സബ്സിഡി അടക്കം പ്രത്യേക പാക്കേജ്, റബ്ബർ നെൽ കർഷകർക്ക് സബ്സിഡി, നഴ്സിംഗ് മേഖലയിൽ മിനിമം വേതനം എന്നിവയും ഉറപ്പുവരുത്തുന്ന പ്രകടന പത്രികയാണ് 2020 അവതരിപ്പിച്ചിരിക്കുന്നത്. മരുന്നുകളുടെ വില 50% കുറയ്ക്കുമെന്ന വാഗ്ദാനം പറഞ്ഞു തീരുന്നതിന് മുൻപ് 50 അല്ല 80% വിലക്കുറവുമായി 2020 മെഡിക്കൽ സ്റ്റോർ കിഴക്കമ്പലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ 943 പഞ്ചായത്തുകളിൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷ 50%, എല്ലാ ഭക്ഷ്യസാധനങ്ങൾക്കും 50% വില കുറച്ചും മരുന്നുകൾക്ക് 80% വില കുറച്ചും ഇവിടുത്തെ ജനങ്ങളെ വലിയ ഒരു പട്ടിണിയിൽ നിന്നും ആപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാനായിട്ടുള്ള ഒരു തുടക്കമാണ് ഇന്നിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ആരോഗ്യ പരിപാലന രംഗത്ത് സാധാരണക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി യാതൊരു നിയന്ത്രണവുമില്ലാതെ മരുന്നിന്റെ വില കുതിച്ച് ഉയരുമ്പോൾ 2020 വാഗ്ദാനം ചെയ്തതുപോലെ കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാകുന്ന മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുക എന്നത് വലിയ കാര്യമാണ്. 2020ക്കായി എറണാകുളം മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയും ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളുമാണ് മത്സര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ ജനത്തിന്റെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന 2020 കാലഘട്ടത്തിന്റെ അനിവാര്യതയായി കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം നെഞ്ചേറ്റുകയും അഴിമതിയുടെ നടുത്തുണ്ടം തിന്ന് ജനസേവനം നടത്തുന്നവർ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന കാലം വിദൂരമല്ലെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വന്നിരിക്കെ അതിനെതിരെ മുസ്ലിം സമൂഹത്തിലെ ഒരു വിഭാഗവും വോട്ട് ബാങ്ക് മാത്രം മുന്നിൽ കണ്ട് എന്തിനും ഏതിനും അവരെ സോപ്പിട്ട് മാത്രം ശീലമുള്ള കേരളത്തിലെ മതേതര പുണ്യാത്മാക്കളുടെ പാർട്ടിയും പ്രതിഷേധങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളമൊട്ടുക്കും പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ കനത്ത പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ത്യയിലെ പൗരത്വം സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിന്റെ പരമാധികാരത്തിൽ നിക്ഷിപ്തമാണെങ്കിലും വെറുതെ ഓളം വെക്കുകയാണ് ആവേശ കമ്മിറ്റിക്കാർ. നടപ്പാക്കണമെന്ന് ഒരിക്കൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞ CAA-ക്കെതിരെ മുസ്ലിം ലീഗിനൊപ്പം കോൺഗ്രസിലെ നേതാക്കന്മാരും ഇടത് യുവജന സംഘടനകളുമെല്ലാം സുപ്രീം കോടതിയിൽ ഹർജികളുമായി എത്തിയിരിക്കുകയാണ്. 1-2 നൂറുകണക്കിന് ഹർജികളാണ് CAA-ക്കെതിരായി കോടതിയിൽ എത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി നടന്ന ഈ നീക്കത്തിനെതിരെ സുപ്രീം കോടതി ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇവരൊക്കെ കരുതിയെങ്കിലും സുപ്രീം കോടതി CAA നിരോധിക്കുവാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഹർജിക്കാരുടെ വാദഗതികൾ കേൾക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. എന്നാൽ അതിനിടയിൽ എന്തുകൊണ്ട് CAA അനിവാര്യമായി നടപ്പിലാക്കണമെന്നതിനുള്ള കൃത്യമായ വിശദീകരണം തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് നൽകി. അതോടെ CAA നിരോധിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സുപ്രീം കോടതിയും പിന്മാറി. CAA പ്രാബല്യത്തിൽ വരുന്നതിലൂടെ ആരുടെയും പൗരത്വം റദ്ദാക്കില്ലെന്നും 2014 മുൻപ് ഇന്ത്യയിൽ എത്തിയവർക്ക് മാത്രമേ പൗരത്വം നൽകുകയുള്ളൂ എന്നും ജസ്റ്റിസ് തുഷാർ മേത്ത എല്ലാവരെയും വ്യക്തമായി പഠിപ്പിച്ചു വിട്ടു. എന്നാൽ വാദഗതികൾക്കിടയിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും അഫ്ഗാനിസ്ഥാനിലെയും
ഭൂരിപക്ഷത്തിന്റെ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ഓടി വരുന്നവർക്ക് അഭയം കൊടുത്താൽ ഈ ഹർജിക്കാർക്ക് എന്താണ് കുഴപ്പമെന്ന ചോദ്യവും കോടതിയിൽ മുഴങ്ങി. അതിനിടയിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ഒരു ബന്ധവുമില്ലാത്തതും ആസാമിലെ പ്രത്യേക സാഹചര്യത്തിൽ 3 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഉണ്ടാക്കിയ കരാറിന്റെ തുടർച്ചയായ ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ എന്ന NCRഉം കുത്തിപ്പൊക്കി വെറുതെ ആവലാതി ഉണ്ടാക്കാൻ വന്നവരെയും കോടതി കണക്കറ്റ് ശകാരിക്കുകയും ചെയ്തു. ഇതോടെ CAA വിരുദ്ധ സമരങ്ങൾ എവിടെ ചെന്നെത്തുമെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് വ്യക്തമായെങ്കിലും അത് അംഗീകരിക്കാൻ വൈമനസ്യമുള്ളവർ പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കമുള്ള മുതലെടുപ്പ് നീക്കങ്ങൾ തുടരുകയാണ്. ന്യൂസ് കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച